ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് സൂര്യയുടെ കൂടെ ജീവിക്കണം. എനിക്ക് അമ്മയുടെ മരുമകളായിട്ട് ഈ കണിമംഗലത്ത് തന്നെ ഉണ്ടാവണം. പ്ലീസ് അമ്മേ, അമ്മ അച്ഛനോട് സംസാരിച്ചേ പറ്റൂ. ചെറിയമ്മയെ കാണാനാ ഗൗതം വന്ന്. അവന് നേരെ ചൊവ്വെ കയറി വരാനുള്ള അവകാശം അവൻ ഈ വീട്ടിലുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അവൻ പതുങ്ങി കയറി വരുമ്പോ എന്തോ ഒന്ന് തട്ടിയിട്ടു. എന്താ സംഭവം എന്നറിയാൻ ഞാൻ പെട്ടെന്ന് കട്ടിലിന് താഴേക്ക് ഇറങ്ങിയതാ. ഞാൻ വീണുപോയി. എന്റെ കരച്ചില് കേട്ടപ്പോ അവൻ പെട്ടെന്ന് മുറിയിലേക്ക് വന്നു. എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്തേലും പറ്റുമെന്ന് ചോദിച്ചു. ചെറിയമ്മ, ഞങ്ങൾക്കിടയിൽ നടന്നത് അത് മാത്രം. പക്ഷെ ആ അവസരം ആ രാധിക ഉപയോഗിച്ചു. അവള് വാതിലിന്റെ കുറ്റി പുറത്തു നിന്നിട്ടു. എന്നിട്ട് അവളെ എല്ലാരും വിളിച്ചുകൂട്ടി. ആ പാതിരാത്രി എന്നെ ഗൗതമിനെ ഒരുമിച്ച് മുറിയിൽ കണ്ട എളുപ്പമാണല്ലോ എല്ലാവർക്കും. ഞങ്ങള് തെറ്റുകാരാണല്ലോ എന്ന് വരുത്തി തീർക്കാൻ. ചെറിയമ്മേ, എത്ര വർഷം സൂര്യ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ വീൽ ചെയറിൽ ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? വേറൊരു പുരുഷനുമായിട്ട് ഞാൻ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തിന്? ഞാനൊരു ഫോൺ കോളെങ്കിലും ഏതെങ്കിലും ചെറുപ്പക്കാരനുമായി ചെയ്യുന്നത് ചെറിയമ്മ കണ്ടിട്ടുണ്ടോ? എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ചെറിയമ്മ. അന്ന് എനിക്ക് തോന്നാത്തത് ഇന്ന് സൂര്യ എഴുന്നേറ്റ് നടന്ന് എന്നെ സ്നേഹിക്കുമ്പോ എനിക്ക് തോന്നുവോ ചെറിയമ്മ? പറ ചെറിയമ്മ. ചെറിയമ്മ, അവള് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ചെറിയമ്മ ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. അവളെ എതിർക്കുന്നവര് ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ആദ്യം ചെറിയച്ഛൻ, പിന്നെ ഗൗതം, നാളെ രാവിലെ ഞാൻ, അത് കഴിഞ്ഞ ചെറിയമ്മ. എല്ലാവരെയും അവൾ അടിച്ചു പുറത്തിറക്കും. വിളിക്കുന്നത് ചെറിയമ്മയെന്നാണെങ്കിലും മനസ്സില് അമ്മയുടെ സ്ഥാനത്താ ഞാൻ കണ്ടിരുന്നത്. എനിക്ക് വേദന വരുമ്പോഴൊക്കെ ഞാൻ വന്നിരുന്ന് കരഞ്ഞിട്ടുള്ളത് ചെറിയമ്മയുടെ അടുത്താ. ഈ കുടുംബത്തിലെ എല്ലാവരും എന്നെ ദ്രോഹിച്ചിട്ടുള്ളപ്പോഴും എന്നെ ചെറിയമ്മ മാത്രം ദ്രോഹിച്ചിട്ടില്ലാത്തത്. എന്ത് നേട്ടം ഉണ്ടായാലും ചെറിയമ്മ ഞാൻ വഞ്ചിക്കില്ല. ഇതാണ് സത്യം. ചെറിയമ്മേ, നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ നമുക്ക് ആർക്കും ഈ കണിമംഗലത്തെ സ്ഥാനമില്ല. അത് ഓർത്തോ? ഒരു കണക്കിന് നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന തെളിവുകൾ ചെറുതല്ല. പറഞ്ഞു ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ല. ഏട്ടന്റെ കാര്യം അറിയാലോ. ഏട്ടനൊരു തീരുമാനം എടുത്തതാ. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നത് ഏട്ടത്തിക്ക. നാണം കെടേണ്ടി വരും. പക്ഷെ നമുക്ക് ശ്രമിക്കാം. ചെറിയമ്മ വിചാരിച്ച അതെന്തായാലും സാധിക്കും. എനിക്കിനി ഒരു ജീവിതം വേണമെന്നില്ല ചെറിയമ്മ. പക്ഷെ നമ്മളെ ദ്രോഹിച്ച അവളോട് പകരം വീട്ടിട്ടല്ലാതെ എനിക്കിവിടെ ഇറങ്ങാൻ വയ്യ. നീ വാ, നമുക്ക് ഏട്ടത്തിന്റെ അടുത്തേക്ക് പോവാം. വാ.
സത്യത്തിൽ ഇതാ ഏട്ടത്തി സംഭവിച്ചത്. എല്ലാവരുടെയും മുമ്പിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഗൗതം ഒളിച്ചു വന്നതാ എല്ലാത്തിനും കാരണം. അമ്മേ, 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 അമ്മയുടെ കാല് ഞാൻ പിടിക്കാം. ഞാൻ ഒരുപാട് അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. സൂര്യൻ ഞാൻ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വഴി തെറ്റി നടന്നിട്ടില്ല. അങ്ങനൊരു തോന്നല് എന്റെ മനസ്സിൽ വന്ന ഞാൻ ചത്തുകളയേ ഉള്ളൂ. അമ്മേ, സൂര്യ എഴുന്നേറ്റതിന് ശേഷം ഞങ്ങളുടെ ജീവിതം അമ്മ കണ്ടിട്ടില്ലേ? ഇത്ര സ്നേഹത്തോടെ സൂര്യ എന്നോട് പെരുമാറുന്നത്. അത്രയും തന്നെ ഞാൻ സൂര്യ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടമ്മേ. നഷ്ടപ്പെട്ട ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു പിടിച്ചോണ്ട് വരാം അമ്മ. അതിനിടയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കരുതമ്മേ. എനിക്ക് സൂര്യയുടെ കൂടെ ജീവിക്കണം. എനിക്ക് അമ്മയുടെ മരുമകളായിട്ട് ഈ കണിമംഗലത്ത് തന്നെ ഉണ്ടാവണം. പ്ലീസ് അമ്മേ, അമ്മ അച്ഛനോട് സംസാരിച്ചേ പറ്റൂ. എല്ലാവരും തള്ളി പറഞ്ഞപ്പോ ഏട്ടത്തിയോളെ മനസ്സിലാക്കുന്നുള്ള വിശ്വാസത്തിലാ വന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ഭർത്താവ് എടുക്കുന്ന ഒരു തീരുമാനവും മാറ്റാൻ ഞാൻ അദ്ദേഹത്തോട് പറയില്ല. പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മോന് വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷേ പരമേശ്വരേട്ടൻ തീരുമാനിച്ചതുപോലെ നാളെ രാവിലെ കൽപ്പന ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. കണിമംഗലത്തിനൊരു അന്തസ്സുണ്ട്, അത് വിട്ടുകളയാൻ പറ്റില്ല. അമ്മേ, അമ്മേ, ചെറിയമ്മേ.